ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ മലയാളം 12ാമത്തെ പാഠം തുമ്പി വിമാനങ്ങൾ. അതിലെ കുഞ്ഞെഴുത്ത് പ്രവർത്തന ബുക്കിലെ പ്രവർത്തനങ്ങളാണ് നോക്കുന്നത്. തുമ്പി വിമാനം എന്നുള്ള പാഠം ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ടെക്സ്റ്റ് ബുക്കിലെ പാഠവും പാഠഭാഗത്ത് വരുന്ന പ്രവർത്തനങ്ങളും എല്ലാം നോക്കിക്കഴിഞ്ഞു. കാണാത്തവർക്കായി മുകളിൽ ഐ ബട്ടണായിട്ട് ടീച്ചർ ക്ലാസ് കൊടുത്തേക്കാം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് നോക്കിയാലോ. തുമ്പി വിമാനങ്ങൾ. ചോദ്യക്കുട്ടികൾ. അവിടെ ചോദ്യം ചോദിക്കുന്നത് ആരാ? ഒരു കുഞ്ഞു തുമ്പിയാണല്ലേ. എന്താ ചോദിക്കുന്നത്? തേൻ കുടിക്കാനല്ലേ തുമ്പികൾ പൂക്കളിൽ വരുന്നത്? പൂവ് മറുപടി പറയുന്നുണ്ട്. എന്താ? അല്ല, തേൻ കുടിക്കാൻ വരുന്ന ജീവികളെ പിടിച്ചു തിന്നാനാണ്. അപ്പൊ വേറൊരു തുമ്പി ചോദിക്കുന്നുണ്ട്, കൊതുക് പെരുകാതിരിക്കാൻ സൂചിത്തുമ്പികളെ വളർത്തിയാൽ പോരായോ? അത് മതിയോ? അപ്പോൾ വേറൊരു തുമ്പി പറയുന്നുണ്ട്, പറ്റിയ മാർഗം വേറെയുണ്ട്. അപ്പോൾ മറ്റേ തുമ്പി ചോദിക്കുന്നുണ്ട്, അതെന്താ? വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കാതിരിക്കുക. വെള്ളം കെട്ടിയാലല്ലേ അതിൽ കൊതുക് മുട്ടയിട്ട് കൂത്താടിയായി മാറുകയുള്ളൂ. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് ഒരു മാർഗം. അടുത്ത പ്രവർത്തനം നോക്കാം. ചെറുജീവി പത്രം തയ്യാറാക്കാം. പത്രവാർത്തയാണ് തയ്യാറാക്കേണ്ടത്. അവിടെ തലക്കെട്ട് തന്നിട്ടുണ്ട്, കടുവത്തുമ്പിയുടെ കാലൊടിഞ്ഞു. സത്യത്തിൽ കടുവത്തുമ്പിയുടെ കാലാണ് ഒടിഞ്ഞത്. നമ്മള് ടെക്സ്റ്റ് ബുക്ക് പഠിച്ചപ്പോൾ പഠിച്ചതാണല്ലേ. എന്താ പഠിച്ചത്? കടുവത്തുമ്പിയുടെ വാലാണ് ഒടിഞ്ഞതല്ലേ. പക്ഷെ ഇവിടെ കാലൊടിഞ്ഞു എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അത് വെച്ച് പത്രവാർത്ത എഴുതാം. തുമ്പിക്കാട്. സൂചിത്തുമ്പിയെ രക്ഷിക്കാനെത്തിയ കടുവത്തുമ്പിയുടെ കാലൊടിഞ്ഞു. കല്ലൻ തുമ്പിയുടെ ആക്രമണത്തിൽ നിന്നും സൂചിത്തുമ്പിയെ രക്ഷിക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത്. ഉറുമ്പുകളാണ് കടുവത്തുമ്പിയെ വേഗം ആശുപത്രിയിൽ എത്തിച്ചത്. കടുവത്തുമ്പിയുടെ കാലിന് പ്ലാസ്റ്റർ ഇട്ടു. ഇപ്പോൾ വിശ്രമത്തിലാണ്. ഇനി പല്ലി വാൽ മുറിച്ചു എന്ന് തലക്കെട്ട് തന്നിട്ടുണ്ട്. നമുക്ക് പത്രവാർത്ത എഴുതാം. പല്ലിത്തൊടി. കിട്ടുപൂച്ചയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കുട്ടൻപല്ലി വാൽ മുറിച്ചു. വാൽ പോയെങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് കുട്ടൻപല്ലി. അടുത്ത് നോക്കി, അവിടെ പത്രവാർത്ത തന്നിട്ടുണ്ട്, തലക്കെട്ട് തന്നിട്ടില്ല. നമുക്ക് തലക്കെട്ട് എഴുതണം. ആദ്യം വാർത്ത വായിച്ചു നോക്കാം. 8 കാലി വിരിച്ച വലയിൽ കുടുങ്ങിയ ഉറുമ്പുകൾ വല മുറിച്ച് രക്ഷപ്പെട്ടു. തുമ്പികളാണ് വല മുറിച്ചു കടക്കാൻ സഹായിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് തലക്കെട്ട് കൊടുക്കാം? ഉറുമ്പുകൾ വലയിൽ കുടുങ്ങി എന്നുള്ള തലക്കെട്ട് കൊടുക്കാം. അടുത്ത് നോക്കിയ സൂചിത്തുമ്പിയെ കാണാതായി. തലക്കെട്ട് തന്നിട്ടുണ്ട്. വാർത്ത എഴുതാം. സൂചിക്കാട്. കടുവത്തുമ്പിയുടെ വാലൊടിഞ്ഞതിന് പിന്നാലെ സൂചിത്തുമ്പിയെ കാണാനില്ല. വീട്ടുകാർ സൂചിക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. സൂചിത്തുമ്പിയെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കാൻ SI ഇടിയൻ കരടി അറിയിച്ചു. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് മാറ്റി എഴുതാവുന്നതാണ്. അടുത്ത് നോക്കിയേ, പാട്ടരങ്ങ്. ഉറുമ്പ് പാട്ടുകൾ. അവിടെ ഒരു പാട്ട് തന്നിട്ടുണ്ടല്ലേ. കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. ബാക്കി വരികൾ നമ്മൾ പൂരിപ്പിക്കണം. ലാലാലേ ലാലലേ ലേലേലേ ലേലലേ ലാലാലേ ഓലലേ ലേലേലേ ലേലലേ നെയ്യുറുമ്പിന് കല്യാണം നെയ്യലുവ പന്തല് നീ അറിഞ്ഞോ തേനുറുമ്പേ കല്യാണത്തിന് പോകേണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് ലാലാലേ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ മുകളിലുള്ള വരി നമ്മൾ എടുത്തെഴുതി കൊടുക്കണം. എന്നിട്ട് നെയ്യുറുമ്പിന് കല്യാണം വീണ്ടും എഴുതണം. നെയ്യലുവ പന്തല് കല്യാണത്തിന് പോകാനല്ലേ ചന്തമുള്ളൊരു കുപ്പായം. വീണ്ടും ലാലാലേ എന്ന് തന്നിട്ടുണ്ട്. മുകളിലുള്ള വരി എടുത്തെഴുതി കൊടുക്കണം. നെയ്യുറുമ്പിന് കല്യാണം നെയ്യലുവ പന്തല് കല്യാണത്തിന് പോകാനല്ലേ ചന്തമുള്ളൊരു കുപ്പായം. വീണ്ടും മുകളിലത്തെ വരി ലാലാലേ ലാലലേ ലേലേലേ ലേലലേ ലാലാലേ ഓലലേ ലേലേലേ ലേലലേ. അപ്പൊ അത് വീണ്ടും എടുത്തെഴുതി കൊടുക്കണം. അടുത്ത പ്രവർത്തനം നോക്കിയേ. സാങ്കല്പിക ഡയറി എഴുതാം. കടുവത്തുമ്പി അല്ലെങ്കിൽ സൂചിത്തുമ്പി ആരുടെയെങ്കിലും സാങ്കല്പിക ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കടുവത്തുമ്പിയുടെ എഴുതാം. ഇന്നെനിക്ക് ഒട്ടും സന്തോഷമില്ലാത്ത ദിവസമാണ്. സൂചിത്തുമ്പിയെ കല്ലൻ തുമ്പി ആക്രമിക്കാൻ വന്നപ്പോൾ സൂചിത്തുമ്പി എന്നെ സഹായത്തിന് വിളിച്ചു. സഹായിക്കാനായി ചെന്ന ഞാൻ കല്ലൻ തുമ്പിയെ വാലുകൊണ്ടടിച്ചതും എന്റെ വാൽ ഒരു ഊഞ്ഞാൽ വള്ളിയിൽ തട്ടി ഒടിഞ്ഞു. പിന്നെ എന്നെ ഉറുമ്പുകളാണ് ആശുപത്രിയിൽ കൊണ്ടുപോയി വാൽ പ്ലാസ്റ്റർ ഇട്ടത്. ഇപ്പോൾ നല്ല വേദനയുണ്ട്. ഞാൻ വിശ്രമത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് മാറ്റി എഴുതാം. ചെറുജീവികളെ കുറിച്ചുള്ള പാട്ടുകൾ ശേഖരിച്ചെഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. തുമ്പി വാ തുമ്പക്കുടത്തിൽ എന്നവിടെ തന്നിട്ടുണ്ട്. ബാക്കി എന്താണ് വരി? നമ്മൾ എപ്പോഴും കേൾക്കുന്ന പാട്ടാണല്ലേ. തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്താൽ ഊഞ്ഞാലിടാം. മിന്നാ മിന്നി ഇത്തിരി പൊന്നേ എന്ന് തന്നിട്ടുണ്ട്. മിന്നാ മിന്നി ഇത്തിരി പൊന്നേ
എന്താണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്? മിന്നണതെല്ലാം പൊന്നല്ല, പല പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കൂട്ടിലുറങ്ങി. അപ്പൊ ഇത് പൂരിപ്പിച്ചു കൊടുക്കുമല്ലോ. ഇനി അടുത്ത പ്രവർത്തനം നോക്കിയേ. ആറുകാലികളുടെ ആൽബം. ചിത്രങ്ങൾ ഒട്ടിക്കാം, വരയ്ക്കാം. അറിയാവുന്ന 2 കാര്യങ്ങൾ എഴുതുകയും വേണം. അപ്പൊ ആറുകാലികളുടെ പേരുകളാണ് അവിടെ തന്നിരിക്കുന്നത്. ആരൊക്കെയാണ്? ചിത്രശലഭം, ഉറുമ്പ്, വണ്ട്, ഈച്ച, കൊതുക്, പുൽച്ചാടി. അപ്പൊ ഇതിന്റെ എല്ലാം ചിത്രങ്ങൾ നിങ്ങൾ ബുക്കിൽ ഒട്ടിക്കണം, ടെക്സ്റ്റ് ബുക്കിൽ ഒട്ടിക്കണം. അതുപോലെ അതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ എഴുതുകയും വേണം. അപ്പൊ ചിത്രശലഭം എന്തെഴുതാം? ആഹാരം തേൻ, കാലുകൊണ്ട് രുചിയറിയും. ഉറുമ്പ് മണ്ണിനുള്ളിൽ കുഞ്ഞറകളുള്ള കൂട്, കൂട്ടമായി താമസിക്കുന്നു, വരിവരിയായി സഞ്ചരിക്കുന്നു. വണ്ട് കട്ടിയുള്ള പുറന്തോട്, കുമിൾ, സസ്യങ്ങൾ എന്നിവ ഭക്ഷണം. ഈച്ച വേഗത്തിൽ പറക്കുന്നു, കാലിലൂടെ മണമറിയാം. കൊതുക് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ട് പെരുകുന്നു, രക്തം കുടിക്കും. അടുത്തത് പുൽച്ചാടിയാണ്. ചാടി ചാടി സഞ്ചരിക്കുന്നു, ഇളം പുല്ലും ഇലകളും ആഹാരമാക്കുന്നു. അപ്പൊ നിങ്ങൾ ഇതിന്റെ എല്ലാം ചിത്രങ്ങൾ ഒട്ടിക്കുമല്ലോ. ഇവയ്ക്കെല്ലാം 6 കാലുകളാണുള്ളത്. അപ്പോൾ ഈ പേരുകളെല്ലാം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും നോക്കിക്കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.